വെൽക്കം ബാക്ക്. അറബിക് പഠന ക്ലാസ്സുകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് രണ്ട് പ്രയോഗങ്ങൾ, ഭാഷയിൽ ഉപയോഗിക്കുന്ന രണ്ട് പ്രയോഗങ്ങളാണ് പഠിച്ചത്. ഇനി അടുത്തത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളുടെ പേരുകളാണ്. അപ്പോൾ നമ്മളെ ചുറ്റുമുള്ള പ്രകൃതിയിലുള്ള ചില വസ്തുക്കളുടെ പേരുകൾ, എല്ലാതുമല്ല, ചിലത് നമ്മൾ സ്ഥിരമായി കാണുന്നത്, പിന്നെ കുറച്ച് എല്ലാതും കൂടെ ഒറ്റയടിക്ക് നമുക്ക് പഠിക്കാൻ പറ്റുകയില്ല. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഒരു ദിവസം പഠിക്കുന്നു, പിറ്റേ ദിവസം കുറച്ചുകൂടി പഠിക്കുന്നു, അങ്ങനെ പോകാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പഠിക്കുന്നത് സൂര്യൻ. ഷംസ് എന്നാണ് പറയാം. ഷംസ് ചില പേര് കേൾക്കുന്നുണ്ട് പറഞ്ഞു. ഓക്കെ, അതെന്താണ്? ഓക്കെ, ഷംസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ. ഓക്കെ, അതുപോലെ തന്നെ ഖമർ എന്ന് പറഞ്ഞാൽ മറ്റേ ഖമർ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. അത് തന്നെ പൂർണ്ണചന്ദ്രൻ എന്ന് പറയുമ്പോൾ ബദർ എന്ന് പറയും. ബദർ സാധാരണ ഇവിടെ കുറേ അറബികളുടെയൊക്കെ പേര് കേൾക്കാറുണ്ട്, ഖമർ അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ബദർ എന്നൊക്കെ പേരുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം അതാണ്. ഓക്കെ, ഉദാഹരണത്തിന് ഷംസുദ്ദീൻ എന്നൊക്കെ പേരുകൾ കേൾക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം മതത്തിൻ്റെ സൂര്യൻ. ഓക്കെ, മതത്തിൻ്റെ സൂര്യൻ എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത്. ഷംസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ. ഓക്കെ, ഖമറുദ്ദീൻ അതുപോലെ തന്നെ മതത്തിൻ്റെ ചന്ദ്രൻ എന്ന് പറയും. ബദർ എന്ന് ഇവിടെ സാധാരണ കോമൺ ഒരു പേരായിക്കൊണ്ട് തന്നെ നമുക്ക് കാണാറുണ്ട് ബദർ എന്നുള്ളത്. ബദർ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ചന്ദ്രൻ. അപ്പോൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഷംസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ. ഷംസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ. ഓക്കെ, അതുപോലെ തന്നെ ഖമർ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. പിന്നെ ബദർ എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ. ഓക്കെ, പൂർണ്ണചന്ദ്രനെ ബദർ എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ അടുത്ത മല, ഓക്കെ, ജബൽ എന്ന് പറയും. ജബൽ മൗണ്ടൻ അഥവാ മല. പർവ്വതത്തിന് ജബൽ എന്ന് പറയും. അതുപോലെ തന്നെ കടൽ. ഇപ്പോൾ ജബൽ എന്ന് പറഞ്ഞാൽ പർവ്വതം. നമ്മൾ സാധാരണ അല്ലയിൽ ജബൽ ഹഫീത്ത് നമ്മൾ കേൾക്കാറുണ്ട്. ഹഫീത്ത് പർവ്വതം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, റാസൽ ഖൈമയിൽ പുതിയൊരു മലയുണ്ട്, നമ്മൾ ടൂറിസ്റ്റിലൊക്കെ പോകുന്നത് ജബൽ ജെയ്സ് എന്ന് പറയും. ജബൽ ജെയ്സ്. അപ്പോൾ ജെയ്സ് എന്നുള്ള ആ സ്ഥലത്തിൻ്റെ പേരും അത് കൂട്ടി പറയും. അപ്പോൾ ജബൽ ഹഫീത്ത് എന്ന് അല്ലയിൽ പോകുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ജബൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പർവ്വതം എന്നുള്ള അർത്ഥമാണുള്ളത്. അപ്പോൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഷംസ് സൂര്യൻ, ഖമർ ചന്ദ്രൻ, ബദർ പൂർണ്ണചന്ദ്രൻ, ജബൽ പർവ്വതം. ഓക്കെ, ഭൂമി അർദ് എന്നാണ് അറബിയിലാണ് ഉച്ചരിക്കുക. ദ് എന്ന പദം മലയാളത്തിലില്ലാത്തതുകൊണ്ട് നമ്മൾ മാത്രം അറബിയിൽ മലയാളത്തിൽ എഴുതുമ്പോൾ അർദ് എന്ന് എഴുതുന്നു. അർള് എന്നാണ് അത് ഉച്ചരിക്കുക. ഭൂമി, ധരണി, അർള്. ഓക്കെ, ഭൂമി. അതുപോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കടൽ, ബഹർ എന്ന് എഴുതിയാൽ കടൽ. പുഴ, നെഹർ. ഓക്കെ, ഇത് ഒന്നുകൂടി മാന്യ പ്രേക്ഷകർക്ക് റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി, എഴുതി എടുക്കാൻ വേണ്ടി ഒന്നുകൂടി ഉച്ചരിക്കുന്നു. ഷംസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ, ഖമർ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ബദർ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ചന്ദ്രൻ, അതുപോലെ തന്നെ ജബൽ എന്ന് പറഞ്ഞാൽ പർവ്വതം, അർദ് എന്ന് പറഞ്ഞാൽ ഭൂമി, ബഹർ എന്ന് പറഞ്ഞാൽ കടൽ, അതുപോലെ തന്നെ നെഹർ എന്ന് പറഞ്ഞാൽ പുഴ. അപ്പോൾ ഒന്നുകൂടി വേണമെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം അല്ലേ? ഉച്ചാരണത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടി. ഷംസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ, ഖമർ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, ബദർ എന്ന് പറഞ്ഞാൽ പൂർണ്ണചന്ദ്രൻ, ജബൽ എന്ന് പറഞ്ഞാൽ
പർവ്വതം. അതുപോലെ തന്നെ അർള് എന്നാണ് ഉച്ചരിക്കേണ്ടത്. അർദ് എന്നാണ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ മലയാളത്തിലായതുകൊണ്ട്. പിന്നെ അത് ഉച്ചരിക്കേണ്ടത് അർള് എന്നാണ്. അത് സാധാരണ പിന്നെ അറബിയിലോ അല്ലെങ്കിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഇല്ലാത്തൊരു പദമാണ് അർള് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലെറ്ററാണ് ല എന്നുള്ളത്, അർള്. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ കടലിന് നമ്മൾ പറഞ്ഞത് ബഹർ എന്നാണ്. കടൽ എന്ന് പറഞ്ഞാൽ ബഹർ. അതുപോലെ തന്നെ നെഹർ എന്ന് പറഞ്ഞാൽ പുഴ. അതുപോലെ തന്നെ അടുത്ത പദമാണ് തുറാബ്, മണ്ണ്. തുറാബ് എന്ന് പറഞ്ഞാൽ മണ്ണ്. മണ്ണ്. തുറാബ് മണ്ണ്. ഓക്കെ. റമല് എന്ന് പറയും പിന്നെ നമ്മുടെ മണലിന്. റമല് എന്ന് പറഞ്ഞാൽ മണൽ. കാരണം ഇവിടെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യമായതുകൊണ്ട് റമല് മണലല്ലേ കാണാം. അപ്പോൾ മണലിന് റമല് എന്ന് പറയും. അതുപോലെ തന്നെ മരുഭൂമിക്ക് സഹറ എന്നാണ് ശരിക്കും പറയേണ്ടത്. പക്ഷെ ഉച്ചരിക്കുമ്പോൾ സഹറ എന്ന് പറയും. അതിൻ്റെ ശരിയായിട്ടുള്ള പദം സഹറ എന്നാണ്. സഹറ എന്ന് പറഞ്ഞാൽ ഒരു ലാസ്റ്റിൽ കൂടി ഉണ്ട്. ഓക്കെ. അതിൻ്റെ പേര് മരുഭൂമി. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞാൽ പിന്നീട് നമ്മൾ പഠിച്ചത് തുറാബ് മണ്ണ്. തുറാബ് എന്ന് പറഞ്ഞാൽ മണ്ണ്. റമല് എന്ന് പറഞ്ഞാൽ മണൽ. അതുപോലെ തന്നെ സഹറ മരുഭൂമി എന്ന് പറയും. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ സാധാരണ പുഷ്പം സഹറത്ത് എന്ന് പറയും. സഹറത്ത് പുഷ്പം. അതുപോലെ തന്നെ മരം ഷജറത്ത്. സഹറത്ത് എന്നാണ് ഈ പുഷ്പത്തിന് നമ്മൾ പറയാറുള്ളത്. സഹറത്ത് എന്ന ഇംഗ്ലീഷിൽ സെഡിൽ പറയുന്നത് പോലെ വെച്ചുകൊണ്ടാണ് പറയേണ്ടത്. സഹറത്ത് പുഷ്പം. അതുപോലെ തന്നെ ഷജറ എന്നാണ് ഉച്ചരിക്കുകയുള്ളൂ. ഷജറത്ത് എന്നാണ് എൻ്റെ ശരിക്കുള്ളത്. ഷജറ. അതുപോലെ സഹറ ആ ത ഉച്ചരിക്കുകയില്ല. സംസാര ഭാഷയിൽ അത് ഉച്ചരിക്കുകയില്ല. എഴുതുന്നിടത്ത് ഉച്ചരിക്കും സഹറ എന്നുള്ളത് ശരിക്കും സഹറ അല്ല, സഹറ എന്നാണ്. മാന്യ പ്രേക്ഷകർ അത് നോട്ട് ചെയ്യേണ്ടതാണ്. പഠിക്കുന്നവർ സഹറ എന്നാണ് പറയേണ്ടത്. അത് വേണമെങ്കിൽ ഇംഗ്ലീഷിൽ എഴുതുകയാണെങ്കിൽ സഹറ എന്ന് എഴുതാം. സെഡ് വെച്ചുകൊണ്ട് എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ഷജറ എന്ന് പറഞ്ഞാൽ മരം. അതുപോലെ തന്നെ വർദ് എന്ന് പറഞ്ഞെങ്കിൽ റോസാപ്പൂ. വർദ്. വർദ് എന്ന് പറഞ്ഞാൽ റോസാപ്പൂ. ഓക്കെ. അപ്പോൾ സഹ്റ എന്ന് പറഞ്ഞാൽ പൊതുവെ പുഷ്പത്തിനും, വർദ് എന്ന് പറഞ്ഞാൽ റോസാപ്പൂവിനും പറയും. അതുപോലെ തന്നെ നമ്മളെ സാധാരണ ഉള്ളതാണ് നമ്മളെ റോഡിന് ഷാര് എന്ന് പറയും. ഷാര് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തും. പക്ഷെ ഉച്ചരിക്കേണ്ടത് ഷാര് എന്നാണ്. ഒരു ആ വെച്ച് ഓക്കെ. ഷാരി എന്ന് പറഞ്ഞാൽ റോഡ്. അപ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന ഷാരിൽ വഹദ എന്ന് പറയും. അൽ വഹദ റോഡിന് ഷാരിൽ വഹദ എന്ന് പറയും. ഓക്കെ. അൽ ഇത്തിഹാദ് റോഡാണെങ്കിൽ ഷാരിൽ ഇത്തിഹാദ് എന്ന് പറയും. ഓക്കെ. ഇപ്പോൾ ഷേഖ് സായിദ് റോഡാണെങ്കിൽ ഷേഖ് സായിദ്, ഷാരിൽ ഇമാറാത്ത് എമിറേറ്റ്സ് റോഡ്. അപ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന പദമാണ് ഷാര് എന്ന് പറയുന്നത്. അറബികളും അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പോലും അങ്ങനെ അറിയാതെ അത് നമ്മുടെ ലൈഫിലേക്ക് വരുന്നതാണ്. അപ്പോൾ റോഡിന് പറയുക ഷാര് എന്നാണ്. ഓക്കെ. ഷാര് ഇപ്പോൾ ഏത് റോഡിന് ഷാരിൽ അറൂബ, ഷാരിൽ ഇമാറാത്ത് എന്നൊക്കെ ഓരോ റോഡിനും പറയും. ഓക്കെ. ഇപ്പോൾ നമ്മളിന്ന് പഠിച്ച പദത്തെ ഷുഫ്ത എന്നുള്ള പദത്തെ ഒന്ന് ഇതിനോട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഷുഫ്ത അൽ വർദ്. ഓക്കെ. ഷുഫ്ത എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഡ് യു സീ, നീ കണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഷുഫ്ത അൽ വർദ്, ഡിഡ് യു സീ ദ റോസ്. ഓക്കെ. അല്ലെങ്കിൽ ഷുഫ്ത സഹ്റ, ഷുഫ്ത തുറാബ്, നീ മണ്ണ് കണ്ടോ. ഓക്കെ. ഷുഫ്തു തുറാബ്, ഐ സോ ദ
ഓക്കെ. ഇത് അപ്പോൾ ബഹർ എന്ന് നമ്മൾ കടൽ എന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ ഷുഫ്തുൽ ബഹർ, ഷുഫ്തു എന്ന് പറഞ്ഞാൽ ഓക്കെ അവൻ കണ്ടു, ഞാൻ കണ്ടു. ഷുഫ്തു എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു. ഷുഫ്തുൽ ബഹർ ഞാൻ പിന്നെ കടൽ കണ്ടു. ഓക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ അവനെ ഞാൻ ഓക്കെ പിന്നെ അവനെ ഞാൻ റോട്ടിൽ കണ്ടു എന്ന് പറയുകയാണെങ്കിൽ ഷുഫ്തുഹു ഫിഷാര്, ഫിഷാര്. ഫി എന്ന പദം ഇൻ എന്നുള്ളതിന് പറയുന്നതാണ്. അപ്പോൾ ഷുഫ്തുഹു ഫിഷാര്, ഫിഷ്. ഷുഫ്തുഹു എഴുതിയിട്ടാണെങ്കിൽ ഇപ്പോൾ ഷുഫ്തുഹു എന്ന് പറഞ്ഞാൽ ഐസ്വാഹിം, ഞാൻ അവനെ കണ്ടു. ഷുഫ്തുഹു എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ കണ്ടു. ഫിഷാര് ഇൻ ദ റോഡ്, ഫി ഷാര് ഓക്കെ ഷാരി ഓക്കെ ഫി ഷാര്. അപ്പോൾ അവനെ ഞാൻ റോട്ടിൽ കണ്ടു എന്ന് പറയുകയാണെങ്കിൽ ഷുഫ്തുഹു, അവനെ ഞാൻ റോട്ടിൽ വെച്ച് കണ്ടു എന്ന് പറയുകയാണെങ്കിൽ ഷുഫ്തുഹു ഫിഷാര്. ഇന്നലെ നമ്മളൊരു പഠിച്ചു, പിന്നെ ഒരു പദം പഠിച്ചാണ് മത്ആം എന്നുള്ളത് നമ്മൾ ഇന്നലെ പഠിച്ചു അല്ലേ. ഓക്കെ, മത്ആം എന്ന് നമ്മൾ ഇന്നലെ കണ്ടു. ഓക്കെ, അപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അവനെ ഞാൻ റെസ്റ്റോറൻറ്റിൽ കണ്ടു എന്ന് പറയുകയാണെങ്കിൽ ഷുഫ്തുഹു ഓക്കെ ഷുഫ്തുഹു ഫിൽ മത്ആം. ഓക്കെ. അപ്പോൾ അല്ലെങ്കിൽ നിന്നെ ഞാൻ പിന്നെ റെസ്റ്റോറൻറ്റിൽ വെച്ച് അല്ലെങ്കിൽ ഫുന്ദുക്കിൽ ഹോട്ടലിൽ വെച്ച് കണ്ടു എന്ന് പറയാൻ ഷുഫ്തുക ഫിൽ ഫുന്ദുക്, ഷുഫ്തുക ഫിൽ ഫുന്ദുക്, ഷുഫ്തുക ഫിൽ ഫുന്ദുക്. അപ്പോൾ നമ്മൾ പിന്നെ നിത്യ ഉപയോഗങ്ങൾ പഠിക്കുന്ന സാധനത്തെ പരസ്പരം ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് നിത്യം ഉപയോഗിക്കുന്ന ഒരുപാട് വാക്കുകളുടെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള കുറേ വാക്കുകളുടെ പേരുകൾ നമ്മൾ കാണാതെ പഠിച്ചു, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു. അതിലൊന്നായിരുന്നു ഷംസ് എന്ന് പറയുന്നത്, അഥവാ ചന്ദ്രൻ, സൂര്യൻ എന്ന് പറയുന്നത്. ഓക്കെ, സൂര്യൻ, അതുപോലെ കമർ, ബദർ, ജബൽ, അർദ്, അതുപോലെ തന്നെ ജബൽ, ബഹർ, കടൽ, അങ്ങനെ ഓരോ പദങ്ങൾ കുറേ നമ്മളെ ചുറ്റുമുള്ള കുറേ പദങ്ങളുടെ പേരുകൾ നമ്മൾ പഠിച്ചു. അപ്പോൾ അതിന് നമ്മൾ പിന്നെ സ്ഥിരമായി കാണുന്ന ഇനിയും ഒരുപാട് പദങ്ങളുണ്ട്. ആ പദങ്ങൾ നമ്മൾ ഓരോ ദിവസവും ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോൾ കൂടുതൽ ഓരോ പദങ്ങളും നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ പറഞ്ഞ പദങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടിയും റിപ്പീറ്റ് ചെയ്യാം. ഷംസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ, ഖമർ ചന്ദ്രൻ, നെജ്മ് നമ്മൾ പഠിച്ചില്ലാത്ത നെജ്മ് എന്ന് എഴുതാം. നെജ്മ് എന്ന് പറഞ്ഞാൽ നക്ഷത്രം, നെജ്മ് എന്ന് പറഞ്ഞാൽ നക്ഷത്രം. അപ്പോൾ നെജ്മ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അതിൻ്റെ ചന്ദ്രൻ്റെ കൂടെ തന്നെ വരുന്ന ഒരു, അതുപോലത്തെ ആകാശവും പഠിച്ചിട്ടില്ല അല്ലേ. ആകാശവും എഴുതാം. ആകാശം, സമാ സമാ എന്നാണ് ശരിക്ക് അത്. പക്ഷെ പറയുമ്പോൾ സംസാരിക്കുമ്പോൾ സമാ എന്നേ പറയാറുള്ളൂ. ആകാശം സമാ എന്നാണ് ശരിക്ക് അതിൻ്റെ പിന്നെ ഉച്ചാരണം. പക്ഷെ പറയുമ്പോൾ സമാ എന്നേ പറയുള്ളൂ. സമാ, നെജ്മ്, സമാ ഒക്കെ അതൊക്കെ നമ്മൾ പിന്നെ മറന്നുപോയ അല്ലെങ്കിൽ വിട്ടുപോയ രണ്ട് പദങ്ങൾ കൂടിയായിരുന്നു. അപ്പോൾ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഷംസ്, ഖമർ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ, നെജ്മ് എന്ന് പറഞ്ഞാൽ നക്ഷത്രം, സമാ എന്ന് പറഞ്ഞാൽ ആകാശം. ഒരു കോളറുണ്ട്, ആ കോളറെ അറ്റൻഡ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് തുടരാവുന്നതാണ്. ഹലോ. യെസ്, എൻ്റെ പേര് ലക്ഷ്മി. ഓക്കെ. ഞാനൊരു ഡൗട്ട് ചോദിക്കാൻ. ലക്ഷ്മി എവിടുന്നാ സംസാരിക്കുന്നത്? ഓക്കെ, ലക്ഷ്മി പറയൂ. ഞാൻ കണ്ടു. കണ്ടില്ല എന്ന് പറയാൻ എന്താ പറയാ? ഓക്കെ, മാ ഷുഫ്തു. എന്തിനേയും നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ മാ എന്ന് ചേർത്ത് പറഞ്ഞാൽ മതി. മാ ഷുഫ്തു, ഞാൻ കണ്ടു. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ അതൊരു സംശയമായിരുന്നു. അറബിയിൽ ഏതൊരു ഭാഷയും ഏതൊരു ഇതിനെയും നെഗറ്റീവായിട്ട് പറയുക ഒന്നുകിൽ പിന്നെ മാ എന്നും അല്ലെങ്കിൽ ലാ എന്നും കൂട്ടി പറയും. അപ്പോൾ പിന്നെ പാസ്റ്റ് ടെൻസിന് സ്ഥിരമായിക്കൊണ്ട് പാസ്റ്റ് ടെൻസിന് ഉപയോഗിക്കുമ്പോൾ മാ എന്നും പ്രസൻറ്റ് ടെൻസിന് പറയുമ്പോൾ ലാ എന്നുമാണ്. അതൊന്ന് വേണമെങ്കിൽ നമുക്ക് പിന്നെ ക്ലാരിഫിക്കേഷന് വേണ്ടി അവിടെ എഴുതി വെക്കാം.
രണ്ടിനും ഒരേ അർത്ഥമാണ്, മാ എന്ന് പറഞ്ഞാലും ലാ എന്ന് പറഞ്ഞാലും. അപ്പോൾ പാസ്റ്റ് ടെൻസിൻ്റെ കൂടെ മാ എന്നേ ഉപയോഗിക്കുള്ളൂ. മാ ഷുഫ്തു, ഞാൻ കണ്ടില്ല, ഐ ഡി നോട്ട് സി. ഓക്കെ, മാ എന്ന് പറഞ്ഞാൽ നോ എന്നുള്ള അർത്ഥം. അതുപോലെ തന്നെ മാ ഷുഫ്തു, ഞാൻ കണ്ടില്ല. ഓക്കെ ഓക്കെ. ലാ എന്ന് നിഷേധത്തിന് അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് പറയുമ്പോൾ ലാ എന്ന് പറയും. ലാ എന്ന് പറയും. അത് പ്രസൻറ്റ് ടെൻസിൻ്റെ അതുപോലെ പ്രസൻറ്റും ഫ്യൂച്ചറും പിന്നെ ഒന്നിച്ചാണ് അറബിയിൽ ഒരേ പദമാണ് ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് അതിൻ്റെ കൂടെ വരുമ്പോൾ ലാ എന്ന് പറയും. ഉദാഹരണത്തിന് ഐ ആം നോട്ട് ഗോയിങ് ലാ അറൂഹു എന്ന് പറയും. ലാ അറൂഹു, അറൂഹു എന്ന് പറഞ്ഞാൽ ഐ ആം ഗോയിങ്. ഓക്കെ, അപ്പോൾ ലാ അറൂഹു എന്ന് പറയും. ലാ അറൂഹു എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പിന്നെ പോവുകയില്ല. ഓക്കെ, അത് തന്നെ മാവാണെങ്കിലും പിന്നെ ഈ പ്രസൻറ്റ് ടെൻസിൻ്റെ കൂടെ മായും ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ സാധാരണ ഗ്രാമറ്റിക്കലി രണ്ട് മാ അതുപോലെ തന്നെ ലാ ആണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ പിന്നെ സംശയം അതായിരുന്നു, അതവിടെ പിന്നെ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, വായിച്ചിട്ട് അപ്പോൾ നമ്മളിന്ന് ഇതുവരെ പഠിച്ചത് നമ്മുടെ ചുറ്റുപാടുമുള്ള കുറേ വസ്തുക്കളുടെ പേരാണ്. ഒരു കോളറുണ്ട്, ആ കോളർ അറ്റൻഡ് ചെയ്തിട്ട് ക്ലാസ് തുടരാവുന്നതാണ്. ഹലോ, അപ്പോൾ പിന്നെ നമ്മൾ നിന്ന് പഠിച്ചത് ഇപ്പോൾ രണ്ട് പ്രയോഗങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള കുറേ വസ്തുക്കളുടെ പേര് പഠിച്ചു. ഒരു ചെറിയ കൊമേഴ്ഷ്യൽ ബ്രേക്കിന് ശേഷം തിരിച്ച് വരുന്നതാണ്.